നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി 2 കേസുകൾ തലപൊക്കി. രണ്ടിലും മുൻ മുഖ്യമന്ത്രി പിണറായിക്കും മറ്റു ചില മുതിർന്ന CPM നേതാക്കൾക്കും കാലിടർന്നു. വീണ വിജയന്റെ കേസിൽ പാർട്ടി ഇടപെട്ടേക്കരുതെന്ന് കൊല്ലത്ത് നിന്നുയർന്ന പാർട്ടി പ്രവർത്തകരുടെ മുറവിളി മറ്റു ജില്ലകളിലേക്കും പടരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാഹനം ആക്രമിച്ച് ഉദ്യോഗസ്ഥരെ കൈവച്ചത് ചില കോണിൽ നിന്ന് പോയ നിർദ്ദേശപ്രകാരം തന്നെയാണ്. അതിന് പിന്നിലെ ഉദ്ദേശം പിണറായി വിജയന്റെ മകൾക്ക് പാർട്ടിക്കാരെ ഇറക്കി ഉരുക്കുകോട്ട കെട്ടാനുള്ള പദ്ധതിയാണ്. ഇനി അത് നടപ്പാകില്ലെന്ന് CPMലെ ഒരു കൂട്ടർ കട്ടായം പറയുന്നത് പിണറായിക്കുള്ള 8ന്റെ പണിയാണ്. മറ്റൊരു വഴിക്കൂടെ കിട്ടിയ അടി PP ദിവ്യ കേസ് CBIയുടെ കൈകളിലേക്ക് പോകുന്നതാണ്. ദിവ്യയിൽ നിന്ന് കണ്ണൂരിലെ പല ഉന്നതരിലേക്കും അന്വേഷണം നീളും എന്ന ഭയം. പെട്രോൾ പമ്പിൽ പിടിമുറുക്കി അന്വേഷണം മുറുകിയാൽ ജില്ലയിലെ മറ്റു പമ്പുകളിലേക്കും അതിന് പിന്നിലെ കൈകളിലേക്കും ക്രമക്കേടുകളിലേക്കും കൂടാതെ ചില ഭൂമി ഇടപാടുകളിലേക്കും CBI തിരിഞ്ഞേക്കുമെന്ന ഭയം. നവീന്റെ കേസ് മുറുകിയപ്പോൾ ഒരു SIT സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം സുഗമമാക്കാനല്ല അട്ടിമറിക്കാനാണ് പിണറായി കളിച്ചത് എന്ന ആരോപണം അന്നേ ഉള്ളതാണ്. മുക്കിയത് പലതും പൊങ്ങിവരും. ഈ 2 കേസുകളിൽ പാർട്ടി ത്രിശങ്കുവിലാണ്. വീണയിൽ തുടങ്ങിയ കണ്ടകശനി PP ദിവ്യയിലൂടെ ഇനി ആരിലേക്ക് എന്ന് തലപുകയുകയാണ് കണ്ണൂർ CPMന്. കണ്ണൂരിലെ CPMന് ഇപ്പോൾ പൊള്ളി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ആദ്യ ലക്ഷണമാണ് ദിവ്യ കേസിൽ മെഴുകി KK രാഗേഷിന്റെ രംഗപ്രവേശനം. നവീൻ ബാബു കേസ് അന്വേഷണം CBIക്ക് വിടാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ മെഴുകൽ. ഹൈക്കോടതിയും സുപ്രീം കോടതിയും കുടുംബത്തിന്റെ ആവശ്യം തള്ളിയതാണ്. സുപ്രീം കോടതിയേക്കാൾ വലിയ ആളാണോ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നും KK രാഗേഷ് ചോദിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശന്റെ സ്വന്തം അന്വേഷണ ഏജൻസിയായ വിജിലൻസിനേക്കാൾ അദ്ദേഹത്തിന് വിശ്വാസം CBIയിലാകുന്നത് എന്തുകൊണ്ടാണ്? EDയിലും CBIയിലും VD സതീശന് വല്ലാത്ത വിശ്വാസം ഉണ്ടാകുന്നത് അപകടകരമായ കാര്യമാണ്. ഇക്കാര്യം കേരളീയ സമൂഹം അതീവ ഗൗരവത്തോടെ പരിഗണിക്കേണ്ട വിഷയമാണ് എന്നും KK രാഗേഷ് കൂട്ടിച്ചേർത്തു. പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന ആദ്യ കേസാണ് നവീൻ ബാബുവിൻ്റേത്. അന്ന് തുടങ്ങിയ പൊള്ളലാണ് CPMന്. അല്ല രാഗേഷേ, അന്വേഷണം നടക്കട്ടെ, CBI വന്ന് അന്വേഷിച്ചു എന്ന് വെച്ച് എന്തിനാണ് ഇങ്ങനെ ഹാലിളകുന്നത്? പിന്നെ പിണറായി വിജയന്റെ 10 വർഷക്കാലത്തെ വിജിലൻസും SITയും അല്ലേ നവീന്റെ കേസ് അന്വേഷിച്ചത്? കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടു, അത് നടക്കട്ടെ. ഭയക്കാൻ ഒന്നുമില്ലെങ്കിൽ നട്ടല് നിവർത്തി നിന്ന് പറയണം CBIയോ ഏത് കൊമ്പത്തെ അന്വേഷണമോ നടക്കട്ടെ, ഒരു ഭയവുമില്ല എന്ന്. പിന്നെ പണ്ട് നിങ്ങൾ പ്രതിപക്ഷത്തിരുന്ന കാലത്തും എന്തിനും ഏതിനും CBI അന്വേഷണം പറഞ്ഞവരല്ലേ? മടിയിൽ കനമില്ല, വഴിയിൽ ഭയക്കാനില്ല എന്ന് പറയുന്നതും CPMകാരാണ്. ഏതെങ്കിലും അന്വേഷണം വന്നാൽ അതിനെ എതിർക്കുന്നതും ഇതേ CPMകാർ തന്നെയാണ്. എന്തായാലും ഈ കേസ് ഇപ്പോൾ CBIയുടെ കയ്യിലേക്ക് പോകുന്നതിനെ ഇവർ വല്ലാതെ ഭയന്നു തുടങ്ങിയിട്ടുണ്ട്. സുപ്രീം കോടതിക്ക് മുകളിലാണോ മുഖ്യമന്ത്രി VD സതീശൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏത് കോടതികളെയാണ് നിങ്ങൾ വില വെച്ചിട്ടുള്ളത്? എന്നു മുതലാണ് കോടതിയോട് ഇത്ര വലിയ ബഹുമാനമൊക്കെ CPMകാർക്ക് തോന്നി തുടങ്ങിയത്? മാത്രമല്ല VD സതീശന് CBIയിലും EDയിലും ഒക്കെ വിശ്വാസം വരുന്നത് ഭയക്കേണ്ടതാണെന്ന്. ആരാണ് ഭയക്കേണ്ടത്? അന്വേഷണം ഏത് വന്നാലും അത് കൃത്യമായി മുൻപോട്ട് പോകും. അതിൽ ഹാലിളകിയിട്ട് കാര്യമില്ല. പിന്നെ ED കേരളത്തിൽ വന്നത് അത് VD സതീശൻ പറഞ്ഞിട്ടാണ് എന്ന് ഇപ്പോഴും KK രാഗേഷിനെ പോലെയുള്ളവർ പറയുന്നത് ഒരുമാതിരി ഊച്ചാളിത്തരമാണ്. കോടതിയുടെ അനുമതി കിട്ടിയതിൻ്റെ പിറ്റേ ദിവസമാണ് കേസ് അന്വേഷണത്തിനും റെയ്ഡിനും ചോദ്യം ചെയ്യലിനും വേണ്ടിയിട്ട് വീണ വിജയന്റെ അടുത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത്. അതിപ്പോൾ CPMകാർ പറഞ്ഞ് VD സതീശനും രാഹുൽ ഗാന്ധിയും പറഞ്ഞു വിട്ടതുപോലെയാണ് CPMകാരുടെ മെഴുകൽ. ഒരു അന്വേഷണം വന്നാൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? ഈ പറയുന്ന ദിവ്യ കേസിലും വീണയുടെ കേസിലും ഒക്കെ ഭയക്കാൻ ഒന്നുമില്ലെങ്കിൽ ഏത് അന്വേഷണം വേണമെങ്കിലും നടക്കട്ടെ എന്നുള്ള ഒരു നിലപാട് CPM നേതാക്കൾ എടുത്താൽ എന്താണ് കുഴപ്പം? പക്ഷെ അത് പറയാനുള്ള ആർജവവും ധൈര്യവും ഇവർ കാണിക്കുന്നില്ല. അവിടെയാണ് ജനങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളെ സംശയിക്കുന്നത്. അന്വേഷണം നടക്കട്ടെ എന്നുള്ള ഒരു നിലപാട് കൂളായിട്ടങ്ങ് എടുത്താൽ പോരെ? ഇതിപ്പോൾ ഓരോ ദിവസമായിട്ട് വന്ന് ഓരോ നേതാക്കളായിട്ടാണ് അന്വേഷണങ്ങൾ വേണ്ട, ഇത് VD സതീശന്റെ വേട്ടയാടലാണ് എന്നൊക്കെ പറയുന്നത്.
വേട്ടയാടലാണെങ്കിൽ അതും അന്വേഷണത്തിൽ തെളിയട്ടെ, അതല്ലേ നല്ലത്. പി ദിവ്യയെ താങ്ങി വന്ന കെ രാഗേഷിനെ പത്തനംതിട്ടയിലെ CPMകാർ ഇപ്പോൾ എടുത്തിട്ട് അലക്കുകയാണ്. ഇതുവരെ രാഗേഷിനെ പോലെയുള്ളവർ എവിടെയായിരുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. നവീന്റേതും പാർട്ടി കുടുംബമായിരുന്നു. അവരെ ചേർത്ത് പിടിക്കാനോ പിന്തുണയ്ക്കാനോ ഒരുത്തനെയും കണ്ടില്ലല്ലോ. CBI അന്വേഷണത്തിനെ കണ്ണൂർ CPM എന്തിന് ഭയക്കുന്നു എന്ന് കൂട്ടത്തിലുള്ളവർ തന്നെ ചോദിക്കുന്നു. പിന്നെ വീണയ്ക്കും ദിവ്യയ്ക്കും വേണ്ടിയിട്ട് കൂടുതൽ വക്കാലത്തും കൊണ്ടിറങ്ങി നാറാൻ നിൽക്കണ്ട. ആരോപണം നേരിടുന്നവർ തന്നെ നിയമ നടപടി നേരിട്ട് അവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അത് തെളിയിക്കട്ടെ. പാർട്ടിയെ അതിന് കൂട്ടുപിടിക്കണ്ട എന്നാണ് CPMലെ പ്രവർത്തകരും നേതാക്കളും ഇപ്പോൾ താക്കീത് കൊടുക്കുന്നത്. നവീൻ കേസ് CBIക്ക് പോകുമ്പോൾ പിണറായിക്ക് വിടുവേല ചെയ്ത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കുടുങ്ങും. ഇവിടെ വീണ വിജയന്റെ ലോക്കിട്ട് പൂട്ടിയ ഒരു ഫോൺ വലിയ ചർച്ചയായി മാറുമ്പോൾ അതുപോലെ പൂഴ്ത്തിവെച്ച മറ്റൊരു ഫോൺ പി ദിവ്യയുടേതും ചർച്ചയിലേക്ക് ഇപ്പോൾ വരികയാണ്. ദിവ്യയുടെ ഫോൺ അന്ന് കൂടുതൽ പരിശോധനകൾക്കൊന്നും വിധേയമാക്കാതെ പൂഴ്ത്തുകയായിരുന്നു അന്നത്തെ അന്വേഷണ സംഘം. അവർക്കെല്ലാം പണി കിട്ടുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. നവീൻ ബാബു കേസിൽ CBIക്ക് അന്വേഷണം വിട്ടുകൊണ്ട് പുതിയ UDF സർക്കാർ എടുത്ത തീരുമാനം കണ്ണൂരിലെ CPM നേതൃത്വത്തിന് വലിയ രാഷ്ട്രീയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ സർക്കാർ ഇത്രയും കാലം കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുകയും മുഖം തിരിക്കുകയും ചെയ്ത CBI അന്വേഷണമാണ് ഇപ്പോൾ ബൂമറാങ് പോലെ പാർട്ടി നേതൃത്വത്തിന് നേരെ തിരിച്ചടിക്കുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം ആഭ്യന്തര വകുപ്പിൽ നിന്ന് CBI അന്വേഷണത്തിനായുള്ള ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ തന്നെ പുറത്തിറങ്ങും എന്നുള്ള സൂചന പുറത്തു വന്നതോടെയാണ് CPM നേതാക്കൾക്ക് ഇപ്പോൾ വിറളി പിടിച്ചിരിക്കുന്നത്. കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പി ദിവ്യയെ മാത്രമാണ് ഏക പ്രതിയാക്കിയിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ അതിലും ഉയർന്ന തലങ്ങളിലോ ഉള്ള മറ്റ് നേതാക്കളിലേക്ക് അന്വേഷണം നീളാതെ ദിവ്യയിൽ മാത്രം കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന ആരോപണം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര ഏജൻസിയായ CBIയുടെ വരവോടെ മുൻപ് മൂടിവെക്കപ്പെട്ട കാണാച്ചരടുകൾ പുറത്തു വരുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി നേതൃത്വം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളിൽ നവീൻ ബാബുവിന്റെ കുടുംബം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണത്തിൽ ഒട്ടും തൃപ്തിയില്ല എന്നും CBI അന്വേഷണത്തിലൂടെ മാത്രമേ യഥാർത്ഥ സത്യം പുറത്തു വരികയുള്ളൂ എന്നും നവീൻ ബാബുവിന്റെ കുടുംബം എത്രയോ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ആ CBI അന്വേഷണത്തിന് തടയിടുന്ന നീക്കങ്ങളായിരുന്നു പിണറായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിരുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ പ്രത്യേക പോലീസ് സംഘത്തിന്റെ അന്വേഷണം കുറ്റമറ്റതാണ് എന്ന നിലപാടായിരുന്നു മുൻപ് പിണറായി സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചിരുന്നത്. CBI അന്വേഷണത്തെ അന്നത്തെ ഭരണകൂടം അതിശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. ഇതാണ് സംശയത്തിന് വഴിവെച്ചത്. നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്ന് അവകാശപ്പെടുന്ന ചെങ്ങളായിയിലെ പെട്രോൾ പമ്പ് വ്യവസായ സംരംഭകൻ KV പ്രശാന്തിനെ കേസിൽ പ്രതിയാക്കാൻ പോലും പോലീസ് തയ്യാറാകാതിരുന്നത് പാർട്ടിയുടെ ഉന്നത ഇടപെടൽ കാരണമാണ് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. 2024 ഒക്ടോബർ 15-നാണ് നവീൻ ബാബുവിനെ പള്ളിക്കുന്നിലെ ഔദ്യോഗിക ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കപ്പെടാതെ എത്തി നവീൻ ബാബുവിനെ പരസ്യമായി അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യയെ പ്രതിയാക്കിയെങ്കിലും പൊതുസമൂഹവും കുടുംബവും ഉന്നയിച്ച പല സുപ്രധാന ചോദ്യങ്ങൾക്കും മറുപടി നൽകാതെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കേസ് അന്വേഷിച്ച കണ്ണൂർ റേഞ്ച് DIG GH യതീഷ് ചന്ദ്ര, സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജ്, അന്നത്തെ ACP TK രത്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളായ TK രത്നകുമാർ പിന്നീട് ശ്രീകണ്ഠാപുരം നഗരസഭയിലേക്ക് CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് ഈ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയ സ്വഭാവം നൽകുന്നു. കൂടാതെ കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ തുടരന്വേഷണത്തിൽ പി ദിവ്യയുടെ ഫോൺ കോൾ വിവരങ്ങൾ പൂർണ്ണമായി ഹാജരാക്കാതെ പോലീസ് ഒളിച്ചുകളി നടത്തിയതും വിവാദമായിരുന്നു. ജനുവരി മുതൽ നവംബർ വരെയുള്ള കോൾ വിവരങ്ങൾ ആവശ്യപ്പെട്ട കോടതിക്ക് മുൻപാകെ ഭാഗികമായ വിവരങ്ങൾ മാത്രമായിരുന്നു പ്രോസിക്യൂഷൻ നൽകിയത്. ഇത് പ്രതികളെയും അവരെ സഹായിച്ച പാർട്ടി നേതാക്കളെയും സംരക്ഷിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന ആക്ഷേപം അന്നു മുതൽ തന്നെ ഉള്ളതാണ്. പോലീസ് അന്വേഷണത്തിലെ 13 ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ തുടരന്വേഷണ ഹർജി നൽകിയത്. തുടരന്വേഷണം ആവശ്യമില്ലെന്ന പോലീസിന്റെ വാദം തള്ളിക്കൊണ്ടായിരുന്നു കോടതി ഉത്തരവ്. അഴിമതി ആരോപണം ഉന്നയിച്ച പ്രശാന്ത് നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സ് പരിസരത്തെത്തിയോ എന്ന് പരിശോധിക്കാനുള്ള CCTV ദൃശ്യങ്ങൾ
പ്രശാന്ത് കൊയ്യം സർവീസ് സഹകരണ ബാങ്കിൽ സ്വർണം പണയം വെച്ച് പണം കണ്ടെത്തിയെന്ന വാദത്തിന്റെ രേഖകൾ, വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ മൊഴികൾ എന്നിവയെല്ലാം വ്യക്തത വരാനുണ്ട്. ഈ സാഹചര്യത്തിൽ CBI കേസ് ഏറ്റെടുക്കുന്നതോടെ കൃത്യമായ ശാസ്ത്രീയ അന്വേഷണവും ഫോൺ രേഖകളുടെ സൂക്ഷ്മ പരിശോധനയും നടക്കും. ഇത് കേസ് ഒതുക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരിലേക്കും ദിവ്യയെ കൂടാതെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റ് ഉന്നത CPM നേതാക്കളിലേക്കും അന്വേഷണം എത്തിക്കുമെന്നതിനാൽ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാണ് പാർട്ടി കണ്ണൂരിൽ ഇനി നേരിടാൻ പോകുന്നത്. ഇവിടെ അടപടലം പ്രതിസന്ധിക്ക് മുകളിൽ, അതായത് അടിക്ക് മുകളിൽ അടി കിട്ടുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് CPMന്റെ അവസ്ഥ. വീണയുടെ വിഷയത്തിൽ തന്നെ തലപുകഞ്ഞു നിൽക്കുമ്പോഴാണ് അടുത്ത അടി കൂടി ദിവ്യയുടെ രൂപത്തിൽ കിട്ടിയിരിക്കുന്നത്. ഇവിടെ പിണറായി വിജയൻ എന്തായാലും മകളുടെ കാര്യം ശരിയാക്കാനായിരിക്കും, ആ വിഷയത്തിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. ദിവ്യയുടെ കാര്യത്തിൽ കുടുങ്ങാൻ പോകുന്നവരും കുടുങ്ങാനുള്ളവരുമൊക്കെ എന്താന്ന് വെച്ചാൽ പോംവഴി കണ്ടെത്തിക്കോളൂ എന്നുള്ള നിലപാടാണ് പിണറായി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിവ്യയുടെ വിഷയത്തിൽ ഒരു കൂട്ടം കണ്ണൂരിലെ നേതാക്കൾക്ക് പിടിവീഴും എന്നുള്ളതാണ് സൂചനകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും വീണയുടെ കാര്യത്തിൽ പിണറായി ഇനി ആരുടെ കാല് പിടിച്ചിട്ടാണ്, എന്തൊക്കെ ഡീലിംഗ് നടത്തിയിട്ടാണ് ഊരിപ്പോരാൻ പോകുന്നത് എന്നുള്ളതും കാത്തിരുന്ന് കാണണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.